ശർക്കര വരട്ടി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഇതിനായി 2 കിലോയോളം ഏത്തയ്ക്ക തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചത് ഇതുപോലെ രണ്ടായി കീറണം. എന്നിട്ട് ഒരേ കനത്തിൽ ഇതുപോലെ പീസുകളാക്കി എല്ലാം അരിഞ്ഞു വയ്ക്കാം. അതിനിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക പീസുകൾ നമുക്ക് ഇതിലേക്കിടാം. ആദ്യം തീ കൂട്ടിയിട്ടിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. ഇതിൻ്റെ അകം വറുത്ത് വരാനായിട്ട് ഫുൾ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും, അകം വേഗത്തുമില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് സാവകാശം വറുത്തെടുക്കണം. ഒരുവിധം മൂത്തോ എന്ന് നോക്കാനായിട്ട് ഇടയ്ക്ക് ഒരു പീസ് എടുത്ത് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അകം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാവുന്നതാണ്. ഇതിൽ അല്പം കൂടി വേകാനുണ്ട്. കുറച്ച് നേരം കൂടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കിടാം. 1 ടീസ്പൂൺ ഉപ്പുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും കുറച്ച് നേരം കൂടി അത് ആ ചൂടിൽ തന്നെ ഇരുന്നതിന് ശേഷം നന്നായി വറുത്തോ എന്ന് നോക്കിയിട്ട് നമുക്കിത് എണ്ണ വാലാനായിട്ട് കോരി വയ്ക്കാവുന്നതാണ്. അങ്ങനെ ബാക്കി എല്ലാ ഏത്തയ്ക്കയും ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇത് കുറച്ചധികം നേരം എടുത്ത് തന്നെ വറുക്കണം. പിന്നീട് നമ്മൾ ഒരു ഉരുളിയിലേക്ക് 200 ഗ്രാമോളം ശർക്കര ഉരുക്കിയത് ഒഴിച്ച് അതിനെ ഒരു നൂൽ പരുവമാക്കണം. ഒട്ടും മുറുകി പോകരുത്. ജസ്റ്റ് ഒരു നൂൽ പരുവമാകുമ്പോൾ നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിപ്സ് എല്ലാം കൂടെ ഇടാം. സ്റ്റൗവ് ഓഫ് ചെയ്യണം. ഈ സമയത്ത് ഈ ശർക്കര ഈ ചിപ്സിലേക്ക് നന്നായി പിടിക്കുന്നത് പോലെ കുറച്ച് നേരം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ആ ശർക്കരയുടെ നനവെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം അരിപ്പൊടി ഇട്ട് ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്ക, ജീരകം, ചുക്ക് ഇതെല്ലാം പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് ഒരു 2 ടീസ്പൂണോളം നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. അത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ശർക്കരയുടെ ലിക്വിഡായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അല്പം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീണ്ടും നന്നായി മിക്സ് ചെയ്യാം.
ഓരോ ഉപ്പേരിയും ഇതുപോലെ ഒറ്റയായിട്ട് ഒട്ടിപ്പിടിക്കാതെ നന്നായി വിട്ട് കിടക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഓണസദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ഈ ശർക്കര വരട്ടി. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.